വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു റെഡ് കളർ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. 21 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ക്രാഫ്റ്റ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 7 സെൻറ്റിമീറ്റർ വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് താഴോട്ട് ആ ലൈൻ ചേർന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. സ്കെയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഞാൻ 7 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു വൈറ്റ് കളർ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോണാകൃതിയിലൊന്ന് മടക്കി കൊടുക്കണം. ഒരു ചെറിയ ഇമേജും കൂടെ ഞാനിന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹാർട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്ത ക്രാഫ്റ്റ് പേപ്പറിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് വെച്ച് വരച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 4 വശത്ത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ബോക്സുകളിലായിട്ട്. ഇനി നേരത്തെ എടുത്ത ഹാർട്ട് ഷേപ്പ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് കോണായ രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കണം. ഇനി ബോക്സിലേക്ക് ഇതുപോലെ ചെറിയ കട്ടിങ്സ്, ചെറിയ കോട്ടിങ്സ് എഴുതി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി റെഡ് കളർ ക്രാഫ്റ്റ് പേപ്പറും കൂടെ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ന്യൂ ഇയർ കോട്ടിങ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കാം. ഇനി വൈറ്റ് കളർ പേപ്പർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു ഇമേജ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇത് ക്രാഫ്റ്റ് പേപ്പറിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി 2025 എന്നും കൂടെ എഴുതിയതിന് ശേഷം ഇത് നമുക്ക് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരുവശവും നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നേരത്തെ എടുത്ത ക്രാഫ്റ്റ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി 11 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു വൈറ്റ് കളർ ക്രാഫ്റ്റ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 2 സെൻറ്റിമീറ്റർ വീതം നമുക്ക് എല്ലാ വശത്തും ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് മടക്കി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ടോപ്പിൽ വെക്കാനുള്ള ഇതായിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ബോക്സിൻ്റെ ആകൃതിയിൽ കിട്ടും.